ഞങ്ങൾ നന്ദി ഹിൽസ് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു അമ്പലം ഉണ്ടെന്ന്. പക്ഷേ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിൾ ആണെന്ന് നമ്മൾ അറിഞ്ഞില്ല. കാരണം വിഷ്വലി മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് വളരെ ഡിഫറൻ്റ് ആണ്. ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റോണും കാര്യങ്ങളെല്ലാം തണുത്താണ് ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ കയറുന്നത് ഏകദേശം 1 മണി 2 മണിയായി സമയം. പക്ഷേ അപ്പോഴും താഴെ ചവിട്ടുമ്പോൾ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നടന്ന് കാണാൻ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ആ മടുപ്പ് ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ക്ലൈമറ്റുമാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന കുളം എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ളൊരു കുളമാണ്. ഇതിൻ്റെ അകത്തെ വെള്ളം പറ്റുന്നില്ലെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇരിക്കാൻ തോന്നി. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് അതുപോലെ നല്ല ക്ലൈമറ്റാണ്. നമ്മൾ വന്നത് 1 മണിക്കാണ്. പക്ഷേ അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് നോക്കി, വെളുപ്പിന് ഒരു 7 മണി 8 മണി സമയത്ത് നന്ദി ഹിൽസ് വന്ന് ഇവിടെ വന്ന് കയറുന്ന ആ ഒരു ഫീല് അടിപൊളിയായിരിക്കും. എന്തായാലും ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. അപ്പം അടുത്ത സ്പോട്ടിൽ കാണാം. ബൈ.